കൊച്ചിയിൽ പുനരധിവാസത്തിനായി നിർമ്മിച്ച തുരുത്തി ഫ്ളാറ്റ് ഒരു വിഭാഗത്തിന് മാത്രമായി അനുവദിക്കാൻ മുസ്ലിം ലീഗ് നീക്കം. കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി കോളനി വാസികൾക്കും കുടിയൊഴിപ്പിക്കപ്പെടുന്ന കോന്തുരുത്തി വാസികൾക്കും വേണ്ടി പണികഴിപ്പിച്ച ഫ്ളാറ്റാണ് തുരുത്തി കോളനി വാസികൾക്ക് മാത്രം നൽകാനുള്ള ശ്രമം നടക്കുന്നത്. മതം മാത്രം നോക്കി വീട് നൽകാൻ അനുവദിക്കില്ലെന്ന് ബിജെപിയും വ്യക്തമാക്കി. കൊച്ചി മേയർ മറുപടി പറയണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു. കുടിയിറക്കപ്പെടുന്നവന് വീട് നൽകുമ്പോൾ മാനദണ്ഡമാക്കേണ്ടത് എന്താണ്? തീർച്ചയായും അത് അവരുടെ ദൈന്യതയായിരിക്കണം. പക്ഷെ കൊച്ചിയിൽ അത് മതപ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. തുരുത്തി കോളനിയും കോന്തുരുത്തിയിലെ നിവാസികളുമാണ് അതിന് ഉദാഹരണം. കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി കോളനിവാസികൾക്കും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കോന്തുരുത്തിവാസികൾക്കും വേണ്ടി പണി കഴിപ്പിച്ചതാണ് തുരുത്തിയിലെ 394 ഫ്ളാറ്റുകൾ അടങ്ങുന്ന 2 കൂറ്റൻ ടവറുകൾ. രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം പണി തുടങ്ങിയെങ്കിലും ഒരു ടവറിന്റെ പകുതി പണി മാത്രമേ പൂർത്തിയാക്കാനായിരുന്നുള്ളൂ. പിന്നീട് CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 കോടിയോളം രൂപ മുടക്കിയാണ് പണി പൂർത്തീകരിച്ചത്. 50% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന വിഹിതവും 10% കോർപ്പറേഷൻ വിഹിതവും ചേർന്നതാണ് കോർപ്പറേഷന്റെ ഈ പദ്ധതി. തുരുത്തി കോളനിയിലെ 214 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിച്ചു. എന്നാൽ ഇതിൽ പല കുടുംബങ്ങൾക്കും അവകാശം സ്ഥാപിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാനായിട്ടില്ല. അതേസമയം കോന്തുരുത്തിയിലെ 127 കുടുംബങ്ങളെ 4 മാസത്തിനകം കുടിയൊഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കുടുംബങ്ങളെ തുരുത്തി ഫ്ളാറ്റിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് അതിനെ എതിർത്തു. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിൽ മീറ്റിംഗിൽ ഈ കോന്തുരുത്തി പുഴയുടെ ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കൗൺസിലിൽ ചർച്ച വന്നപ്പോഴേക്കും അന്ന് BJP മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മളുടെ തുരുത്തി കോളനിയിലുള്ള ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റുകൾ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ കോന്തുരുത്തിയിലെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്ക് നൽകുക എന്നുള്ളത്. പക്ഷെ അതിന് ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, അന്ന് കൗൺസിലിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എണീറ്റ് നിന്ന് അതിൽ പറയുകയാണ്, അത് മട്ടാഞ്ചേരിക്കാർക്കുള്ള ഫ്ലാറ്റാണ്, അത് ഞങ്ങൾ കൊണ്ടുവന്ന ഫ്ലാറ്റാണ്. തുരുത്തി കോളനി മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അതിനാൽ ഫ്ളാറ്റ് ലഭിച്ചവരെല്ലാം മുസ്ലിങ്ങളാണ്. എന്നാൽ കോന്തുരുത്തി അങ്ങനെയല്ല. ഭവനരഹിതർക്കായി കേന്ദ്ര സഹായത്തോടെ പണിത കോർപ്പറേഷന്റെ ഫ്ളാറ്റ് ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമായി അനുവദിക്കാനാവില്ലെന്ന് BJP വ്യക്തമാക്കി. വിഷയത്തിൽ കൊച്ചി മേയർ മറുപടി പറയണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി.